വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണെന്ന് ഒരൊറ്റ ആയത്ത് പോലും കണ്ടില്ല എന്ന് പറയുകയുണ്ടായി. ദയവ് ചെയ്ത് ആ ഖുർആനൊന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ ഖുർആനൊന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചാൽ അതിലുണ്ടോ എന്ന് നോക്കാനാണ്. ഞാൻ തമാശ പറയല്ല. ഞങ്ങളിപ്പോ അംഗീകരിക്കുന്ന 114 അധ്യായങ്ങളുള്ള മുസ്ഹഫ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ആ മുസ്ഹഫ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതല്ല, കുറച്ചു മുമ്പ് ഒരു 70 സൂറത്തുള്ള ഖുർആൻ ഇറങ്ങിയത്. ഞാനൊരു മാസികയുടെ എഡിറ്റർ കൂടിയാണ്. ഞാൻ അതേക്കുറിച്ച് വിശദമായൊരു പഠനം തന്നെ ആ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹി വൽലിബ്നി വറൂഹിൽ ഖുദ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള മുസാഫ ഞങ്ങൾ കണ്ടത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്ന് നമുക്ക് സൂറത്ത് തുടങ്ങുന്ന ഒരു മുസാഫ നമ്മൾ എടുത്ത് കണ്ടിരുന്നു. നിങ്ങൾ അതാണോ പരിശോധിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി വൃത്തികെട്ട കുറെ പരിപാടികൾ നടക്കാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അലി മുഹമ്മദ് സാർ എനിക്ക് അയച്ചു തന്ന ഒരു പരിശുദ്ധ ഇഞ്ചീൽ എന്ന് പറയുന്ന സാധനമായി. അതിന് ഇഞ്ചീൽ, പുതിയ നിയമത്തിൽ പരിശുദ്ധ ഇഞ്ചീൽ എന്നാണ് അതിന് പേര്. ഞാനതൊന്നും ഇവിടെ പറയണ്ട, അതിലേക്കൊന്നും പോവാന്റെ വേദിയല്ലല്ലോ ഇത്. അതുകൊണ്ട് സൗഹാർദ്ദപരമായി വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫത്ഹ് 48-ാമത്തെ അധ്യായം അതിൽ 29-ാമത്തെ വചനത്തിൽ മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന് അള്ളാഹുവിൽ നിന്ന് കിട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിൽ ഖുർആൻ നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ അടുത്ത സഹോദരൻ ഒരു പ്രസംഗം നടത്തിയത് നമ്മളൊക്കെ കേട്ടതാണ്. ഖുർആനിൽ ആകെ 4 തവണയെ മുഹമ്മദ് എന്നുള്ളൂ. ഈസ എന്നത് 25 തവണ ഉണ്ട്. അതുകൊണ്ട് ഈസാ നബിയാണ് മഹത്വം. ഞാനിങ്ങനെ ആലോചിച്ചു, എണ്ണത്തിന്റെ കൂട്ടം ഖുർആനുള്ളത് നോക്കിയിട്ട് ഒരാളുടെ മഹത്വം തീരുമാനിക്കുകയാണെങ്കിൽ ബൈബിൾ മാറ്റും. 12 തവണ ഇഞ്ചീൽ, വിശുദ്ധ ഖുർആൻ 88 തവണയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബൈബിളിനെ മാറ്റി ഇഞ്ചീലിനെ സ്വീകരിക്കാം. ഞങ്ങൾ അങ്ങനെ ഒരു എണ്ണത്തിന്റെ കാര്യം, അതൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾ തമ്മിൽ തല്ലുമ്പോ പറയുന്ന കാര്യമില്ല. എന്റെ കുടിയിൽ 2 മൂച്ചുണ്ട്, 5 4 ഉണ്ടോ, 5 ഉസാറ്, അതൊക്കെ നമുക്ക് വേറെ പറയാം. ഞാനിങ്ങനെ ഒന്നുമില്ല, ജോൺസൺ സാർ പറഞ്ഞ ഭാഷാ ശൈലി നിർത്തുന്നത് മാത്രം. സാധാരണ നമ്മളെ കാര്യം പറയുമ്പോ അങ്ങനെ പറയുന്നത് നമ്മൾ മലബാരി ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്, വേറൊന്നുമല്ല. ഞാൻ അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചത് തന്നെ. മാന്യമായി ഇങ്ങനെ കൈകാര്യം ചെയ്ത ശൈലിയിൽ തന്നെ പോവാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന് അടിസ്ഥാനമില്ലാത്തതുകൊണ്ടോ കള്ളത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിഷേധിക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ല. അതുകൂടി ഒരു കാര്യം കൂടി, വിശുദ്ധ ഖുർആനിൽ 25 തവണ ബഹുമാന്യനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 88 തവണ ശൈത്താന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. സാത്താൻ മാത്രം എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് അത്തരത്തിലുള്ള വയ്യാവേലികളിലേക്കൊന്നും പോകണ്ട. പക്ഷേ 4 തവണ മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. ആ 4 തവണ പറഞ്ഞപ്പോഴും മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഒരിടത്ത് കാണാം, മറ്റൊരിടത്ത് മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയീൻ. അല്ലാഹുവിന്റെ റസൂൽ, ഖാതമൻ നബിയീൻ, നബിമാരുടെ ശൃംഖലയ്ക്ക് അവസാനം കുറിച്ച വ്യക്തി. ഇങ്ങനെ ഓരോ തവണ മുഹമ്മദ് എന്ന പേര് ആവർത്തിച്ചപ്പോഴും അല്ലാഹുവിൽ നിന്നുള്ള റസൂലാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. പരിശോധിക്കാവുന്നതാണ്. ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഖുർആൻ ഇനിയിപ്പോ ഇതിൽ മുഹമ്മദും റസൂലുള്ളാഹി എന്നുള്ള ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നമ്മൾ കണ്ടത്. അല്ലാതെ ഞാൻ തെരഞ്ഞെടുക്കുന്നില്ലല്ലോ എന്നൊക്കെ മൂപ്പര് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, റസൂൽ എന്ന പദം, ആ പദത്തിൽ നിന്ന് വരുന്നതാണ് അർസല എന്ന ക്രിയ, വെർബ്. വിശുദ്ധ ഖുർആനിൽ 4 തവണ ഇന്നാ അർസൽനാക എന്ന്, ഇന്നാ അർസൽനാക ബിൽ ഹഖി, യഥാർത്ഥ മതത്തിന്റെ സന്ദേശവുമായി നാം നിന്നെ റസൂലായി നിയോഗിച്ചിരിക്കുന്നു. റഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. 2-ാം അധ്യായം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 119-ാമത്തെ ആയത്ത്, 33-ാം അധ്യായം അൽ അഹ്സാബിലെ 45-ാമത്തെ ആയത്ത്, 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലെ 24-ാം ആയത്ത്, 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹിലെ 8-ാമത്തെ ആയത്ത്. ഇവിടെയൊക്കെ അള്ളാഹു പറയാണ്, ഞാൻ നിങ്ങളെ റസൂലായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതുണ്ടെങ്കിലല്ലേ പിന്നെ നമുക്ക് മറ്റുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുള്ളൂ. ഇനിയിപ്പോ അതില്ലാത്ത ഇടങ്ങളുണ്ട്, അത് കാണാത്ത ഇടങ്ങളുണ്ട്, പ്രയാസപ്പെടണ്ട. ഇനി കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ, നമ്മുടെ വ്യവസ്ഥയിലുള്ളതാണ്. ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന നമ്മൾ ഉദ്ധരിക്കുന്ന എവിഡൻസുകൾ കാണിച്ചു തരാമെന്ന് നമ്മൾ സമ്മതിച്ചതാണ്. കാണിച്ചു തരാൻ ഞാൻ അർഹനാണ്. മറ്റൊരു കാര്യം, മുമ്പുള്ള ഒരു കാര്യത്തെയും പിന്നെ വരുന്ന പ്രവാചകൻ നിഷേധിക്കുകയില്ല. അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുന്ന ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ഈ ബൈബിൾ, സത്യവേദ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ബൈബിൾ എന്റെ കയ്യിലുണ്ട്. ഇന്നിപ്പോ തൽക്കാലം, ഇന്നലെ നിങ്ങൾ ഇതിൽ തന്നെ ഉദ്ധരിച്ച് കണ്ടപ്പോൾ തൽക്കാലം ഇത് മതി, ഇത് മാത്രം എടുത്തത്. ഇതില് മോശ പ്രവാചകൻ വളരെ സുന്ദരമായി അദ്ദേഹത്തിന്റെ സന്ദേശം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോ അവർക്ക് വിവാഹമോചനം അനുവദിച്ചു.
എന്തേ ബഹുമാനപ്പെട്ട യേശുക്രിസ്തു വന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചു? ഇത് മുമ്പ് പറഞ്ഞ സന്ദേശത്തിനെതിരല്ലേ? അപ്പൊ ഒരു പ്രവാചകൻ ഒരു കാലഘട്ടത്തിൽ വന്ന് മുൻകാലത്ത് വന്ന ഏതെങ്കിലും ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സന്ദേശം സ്വീകാര്യ യോഗ്യമല്ല എന്ന് എവിടുന്ന് നിങ്ങൾ പഠിച്ചത്? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അതിന് നിലനിൽപ്പുണ്ടോ? പിന്നെ മൂപ്പര് ഭയങ്കര വേജാറ്, ദുരാത്മാവായ പിശാചിന്റെ ആഭിചാരത്തിന്, സിഹിറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധേയനായി. ഒരു പ്രവാചകൻ സിഹിറിന് വിധേയാകുമോ? ഒരു ദൈവത്തിന് കുരിശിൽ മരിക്കാൻ പറ്റുമോ? എന്റെ സംശയം അതാണ്. വളരെ വ്യക്തമായി അദ്ദേഹം ഇവിടുന്ന് പറയാണ്. ചരിത്ര വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആയിക്കോട്ടെ, വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു തരാം. ചരിത്ര വസ്തുക്കളുടെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു യേശു കുരിശിൽ മരിച്ചു. ദൈവം മരിച്ചു. ഇന്നലെ ഇപ്പൊ നമ്മളിത് ഒരു കക്ഷി ഞാനൊന്ന് പിൻവാങ്ങാം. കാരണം ഇന്നലെ ദൈവമാണ് സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ പിരിഞ്ഞതാണ്. അതുകൊണ്ട് തൽക്കാലം എന്താ പിന്നെ ആ ആരോപണം വേണ്ടെന്ന് വെക്കണം. പിന്നെ വേറൊന്ന്, എന്താ വർക്കത്തിന് നോക്കല്, പിന്നെ ഇത് മൂസാ നബിക്ക് ഇറങ്ങിയ അതേ ജിബ്രീലാണ് നിന്റെ അടുക്കൽ വന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഖദീജ ബിബി കൂട്ടിക്കൊണ്ടപ്പോ സമ്മതിച്ചു. ഇതന്നെയാണ് നിങ്ങളെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ എന്താ? അഹ്ലുൽ ഇൻജീൽ, അഹ്ലു കിതാബ്, അഹ്ലു തൗറാത്ത് അവരുടെ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടണമെന്നാ നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ബർക്കത്ത് ബിൻ നൗഫലിനെ പറ്റി പരിചയപ്പെടുത്തി. മൂപ്പര് ക്രിസ്ത്യാനിയായിരുന്നു. വകാന ശൈഖൻ ഖദ അമിയ, അന്ധത ബാധിച്ച ഒരു വയോവൃദ്ധനായിരുന്നു. വകാന യതറജമുൽ ഇൻജീല മിനൽ ഇബ്രാനിയ്യത്തി ഇലൽ അറബിയ്യ, അബ്രാനി ഭാഷയിൽ നിന്ന് ഹീബ്രു ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് അദ്ദേഹം ഇൻജീൽ ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ലായിരുന്നു. ആ ഇൻജീൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് മോശെ പ്രവാചകന്റെ തോറായുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. മോശെ പ്രവാചകന്റെ അടുത്തേക്ക് വന്ന ആൾ തന്നെയാണ് ജിബ്രീലിന്റെ അടുത്തേക്ക്. ഇപ്പൊ നിങ്ങളെ സംശയം തീർന്നല്ലോ. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നിങ്ങളെ വ്യവസ്ഥ അതേ ഓർക്കിപ്പോ അറിയേണ്ടത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടണമെന്നാ. പിന്നെ വേറൊരു കാര്യം, ഇഞ്ചീൽ കൊണ്ട് വിധിക്കട്ടെ എന്ന് പറഞ്ഞത് ഈ ബൈബിൾ കൊണ്ട് വിധിക്കട്ടെ എന്ന് ഖുർആൻ എവിടെയാണ്? നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞങ്ങൾ വിശ്വസിക്കുന്ന ഇഞ്ചീൽ കിതാബ, ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞ എനിക്ക് കിതാബ് കിട്ടി. ഇതിലിപ്പോ ഈസാ നബിന്റെ സുവിശേഷം കണ്ട് സുവിശേഷം അല്ല, ഞാൻ സംശയം ചോദിക്കാം. ഞാൻ കണ്ടത് അക്കോർഡിംഗ് ടു മാത്യു എന്നെഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം മാത്യു കാണിച്ച അഭിപ്രായ പ്രകാരം എന്നാണ്. മാത്യു കാണിച്ച, പക്ഷെ അത് മത്തായി എഴുതിയ എന്നാണ് അടിയിലുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം, മാർക്കോസ് എഴുതിയ സുവിശേഷം. സുവിശേഷം എന്നുള്ളത് ഇപ്പൊ ഇഞ്ചി എന്നുള്ള പദത്തിന്റെ മലയാള പദമാണല്ലോ. അതല്ലാന്ന് പറയുകയാണെങ്കിൽ ബൈബിളാണ്. ഇഞ്ചിയിൽ ലൂക്ക എഴുതിയ സുവിശേഷം. അദ്ദേഹം ബഹുമാനപ്പെട്ട അലി മുഹമ്മദ് സാറ് എനിക്ക് അയച്ചു തന്നു. പരിശുദ്ധ ഇഞ്ചീൽ എന്നാ പേരിട്ടത്. അതിന്റെ ഉള്ളിലുള്ളത് മത്തായിയുടെ ഇഞ്ചീൽ, അതേപോലെ ലൂക്കായുടെ ഇഞ്ചീൽ. എവിടെ ഈസാ നബിയുടെ ഇഞ്ചീൽ? ഞങ്ങൾ ഈസാ നബിന്റെ ഇഞ്ചീലാണ് വിശ്വസിക്കുന്നത്. അതേപോലെ നിങ്ങൾ പറഞ്ഞു ഇത് പിന്നെ തൗറാത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കണം. അതെ, തൗറാത്ത് എവിടെ? ഇത് ആരാ എഴുതിയത്? ഈ പഞ്ചഗ്രന്ഥികൾ എന്ന് പറയുന്നത് ആരാ എഴുതിയെന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിട്ട് പോരെ ആ ജാതി വെല്ലുവിളിയൊക്കെ? സഹോദര, നമ്മൾ വിഷയം അവതരിപ്പിക്കേണ്ടത് അള്ളാഹ്